ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുമ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്നത് സമൂഹത്തിന് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂലിപ്പണിയെടുത്ത് ഉപജീവനം കഴിക്കുമ്പോഴും ജീവിതം പരോപകാരത്തിനായി പങ്കുവെച്ച ഒരു മനുഷ്യനുണ്ട്. കോഴിക്കോട് കടലുണ്ടി അതിരാവിലെ ചൂലുമായി ഇറങ്ങി ബസ് സ്റ്റോപ്പും പൊതുവിടങ്ങളും വൃത്തിയാക്കിയും പൊതുവിടങ്ങളിൽ കൃഷി ചെയ്ത് അതിൻ്റെ വിളവ് നാട്ടിലെ അംഗൻവാടികൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ വിതരണം ചെയ്തും കെ സി ദാസ് ജീവിതം തന്നെ ഒരു സേവനമാക്കി മാറ്റിയിട്ടുണ്ട്. ആ കൗതുകകരമായ വാർത്തയിലേക്കാണ് കണ്ടുവരാം. സഹജീവികൾക്കായി ഒരൽപനേരം നമ്മൾ കൊന്നിച്ചൊരു സൽക്കർമ്മം ചെയ്തുകൂടെ. സഹജീവികൾക്കായി ഒരൽപനേരം നമ്മൾ കൊന്നിച്ചൊരു സൽക്കർമ്മം ചെയ്തുകൂടെ. ലാഭേച്ഛയില്ലാത്ത നിസ്വാർത്ഥ സേവനം സന്മനസ്സുള്ളവർക്കേ കഴിയൂ. ലാഭേച്ഛയില്ലാത്ത നിസ്വാർത്ഥ സേവനം സന്മനസ്സുള്ളവർക്കേ കഴിയൂ. ഞാൻ കൂലിപ്പണിക്കാരനാണ്. ഞാൻ രാവിലെ ഒരു 3:30 മണിക്ക് ഉണരും. എന്നും 3:30 മണിക്ക് ഉണരുന്നിട്ട് ഞാൻ ഒരു കവിത എഴുതുന്ന ആളാണ്. കവിത ചൊല്ലും. അങ്ങനെ കുറേ കാര്യങ്ങൾ യോഗ ചെയ്യും. ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു 6 മണിക്ക് പുറത്തേക്ക് ഇറങ്ങും. 6 മണിയോട് കൂടി ആ പുറത്തേക്ക് ചൂലും എൻ്റെ ഈ ടൂൾസൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി സേവനം. ഈ 2 കൊല്ലമായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിങ്ങനെ തുറന്നുകൊണ്ടേ പോരുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗം, കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ഭാഗം. ഇപ്പോൾ ഞാൻ 116 ബസ് സ്റ്റോപ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു. കൃഷി വട്ടപ്പറമ്പിലാണ്. വട്ടപ്പറമ്പ് 1-ാം പാലം ബസ് സ്റ്റോപ്പ് മുതൽ കപ്പലങ്ങാടി വരെ, പിന്നെ കപ്പലങ്ങാടി മുതൽ വട്ടപ്പറമ്പ്. പിന്നെ ഞാൻ ഈ പൊതു ഇടങ്ങൾ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരാൾ പറഞ്ഞ് നമ്മളെ പറമ്പിലേക്ക് നിങ്ങൾ കൃഷി ചെയ്തോളുന്നു. അവിടെ ഞാൻ ചേന, ഇഞ്ചി, മഞ്ഞൾ, കപ്പ, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അവിടെ. കവിത ആനുകാലികമായിട്ട് എന്താ ആളിപ്പോൾ ഒക്കെ എഴുതും ഒരു ദിവസം. അതിപ്പം കൂലി പണി കുറവാണ്. എന്നാലും ഒരാഴ്ചയിൽ 2 പണി 3 പണിയൊക്കെ കിട്ടും. അതുകൊണ്ട് ആ വീട്ടിലെ ചിലവും കഴിഞ്ഞ് ബാക്കി മിച്ചം വരുന്ന ആ പൈസ കൊണ്ട് ഞാൻ ഈ ടൂൾസൊക്കെ വാങ്ങുന്നത്. വിളവെടുക്കുന്നത് ഞാൻ ഒരു 10ഓളം അംഗൻവാടിക്ക് കൊടുത്തു കഴിഞ്ഞ്. ഇനിയും കൊടുക്കാൻ, ഇനിയിപ്പോൾ വിളവെടുപ്പ് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വിളവെടുക്കും. അത് കംപ്ലീറ്റ് എടുത്തിട്ട് ഈ അംഗൻവാടി കുട്ടികൾക്ക് കൊടുക്കുക. നിഷ്കളങ്കരാണ് കുട്ടികൾ, അവർക്ക് കൊടുക്കുക. ഇതാണ് എൻ്റെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം വി എസ് രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.